സുമലത്തെ എന്താ സുമലത്തെ നോക്കുന്ന സുമതല്ലേ? സുമലത എന്റെ കുന്ത വന്നിയ സുമലത സുമലത തൊപ്പി കണ്ടോ? ഇങ്ങോട്ട് കപ്പലിന്റെ ഒന്ന് സുമലത മാനം കൊണ്ട് സുമലത ഇണങ്ങി സുമലതയെ വാങ്ങിച്ചു തരാമോ? ഇങ്ങനെയൊക്കെയാണോ? സുമലത എന്റെ തൊപ്പി എന്ത് സുമലതേ? സുമലത എന്റെ കുന്തം എന്ത് കുന്തം സുമലതേ? കുന്തം കണ്ടു കുന്തം കണ്ടു കുന്തം തൊപ്പി എന്ത് ചെയ്യേ? ഹലോ ഹലോ, നിനക്കറിയാമോ എനിക്ക് വളരെ തിരക്കുള്ള ജഡ്ജി വരുന്നത് പല കാര്യങ്ങളും കാണാം. നീ എനിക്ക് എത്ര മണിക്ക് ശല്യപ്പെടുത്താതെ ഞാൻ പോകണ്ടേ? ഇനി എന്നെ മേലെ വിളിച്ചു കഴിഞ്ഞാല ഞാൻ വൈകിട്ടങ്ങ് വന്നേക്കാന്ന് പറഞ്ഞില്ലേ? ഓരോ കാര്യങ്ങളും ചോദിച്ചു എന്തുവാടേ കൊല്ലു എന്നെ. സോറി സാർ. ഗുഡ് മോർണിംഗ് ആണോ ഈ നടന്മാരേക്കാ? ഓർഡർ ഓർഡർ, എന്താണ് ഇന്നത്തെ പരിപാടികളൊക്കെ? ഓ, കുടുംബ പ്രശ്നം തന്നെയാണോ? എല്ലാ ദിവസവും തന്നെയാണല്ലോ. ഇന്നത്തെ വളരെ പ്രത്യേകത. ആരാ കക്ഷിയല്ലേ? ഇന്നെങ്കിലും നേരത്തെ വീട്ടിൽ പോകാൻ വിചാരിച്ച എങ്ങനത്തെ ടൈപ്പൊക്കെയാണോ കയറി വരുന്നത്? എല്ലാ ദിവസവും ഓരോന്നോരോന്ന് കയറി വരും. ചായക്ക് മധുരമില്ല, കഞ്ഞി കുപ്പിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, വിളിച്ചാട്ട്. ഓർഡർ. കേസ് നമ്പർ 36/004 കാത്തുവിളയിൽ പാപ്പി ഹാജരുണ്ടോ? 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 കേസ് നമ്പർ 18/006 താമര വീട്ടിൽ ചെന്താമര പാപ്പി ഹാജരുണ്ടോ? 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 ചെന്താമര പാപ്പി. കോടതിയാണ്. എന്തോ ഭാഷയോയോ? കോടതിയാണിത്. ഒബ്ജക്ഷൻ. തുടങ്ങിയാട്ടെ. എന്താ പറഞ്ഞ പ്രശ്നം? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിക്കൂ. കോടതി മുമ്പാകെ ഞാനാണ് കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയാവൂ. സത്യം മാത്രമേ പറയൂ. ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. ആ കള്ളം പറയുന്നത് അവളോടും പറയണം. സത്യം മാത്രമേ പറയൂ. കോടതി നോക്കിക്കളവിടെ. ശരി സാർ. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. ആ സത്യം മാത്രമേ ഞാൻ പറയൂ. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് പോലെ പറയണം. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. ആട്ടെ, തുടങ്ങാം. എന്താണ് നിങ്ങളുടെ ആഴ്ചയിലുള്ള പ്രശ്നങ്ങളൊക്കെ? എന്താണ് ആഴ്ചയല്ല, ഡെയിലി കരയാതെ കാര്യം പറയും. ഡെയിലി പ്രശ്നമാണ്. എനിക്ക് റിവേഴ്സ് വേണം സാറേ. എനിക്കും വേണം ആ പറഞ്ഞ കാര്യം. റിവേഴ്സ് എനിക്കും വേണം. അല്ലെ അവർക്ക് മാത്രം കൊടുത്താൽ പോലെ എനിക്കും വേണം. കാരണം അവളെ പറഞ്ഞ സാധനങ്ങൾ മൊത്തം കംപ്ലൈന്റ് തന്നെ പേപ്പർ എഴുതി കൊണ്ട് വന്നിട്ടുണ്ട്. കോടതിയുടെ ഡ്രൈവിംഗ് സ്കൂളൊന്നുമില്ല റിവേഴ്സ് എടുക്കാൻ. നിങ്ങൾക്ക് എന്ത് വേണ്ടിയാണ്? റിവേഴ്സ് ആണോ വേണ്ടിയത്? അല്ലല്ലോ. കാര്യം എന്താന്ന് പറയൂ. കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താതെ ഓർഡർ. പ്രശ്നം പറയൂ. കല്യാണം കഴിച്ചതുകൊണ്ട് തുടങ്ങിയത് അയാളുടെ കഷ്ടപ്പാട്. നിങ്ങൾ കരയാതെ കാര്യം പറയാം. കേൾക്കുന്നില്ല. എനിക്ക് പറ്റത്തില്ല ഇവരുടെ നിങ്ങൾ ഒന്നിക്കാരാണെങ്കിൽ സംസാരിക്കും. എനിക്ക് എന്റെ ജഡ്ജി സാറ് എനിക്ക് പറ്റത്തില്ല ഇവരുടെ ജീവിക്കാൻ. ഇയാള് ഞാനും കൊണ്ടത്തിലുണ്ട്, എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി കുരുണ്ട്. എനിക്ക് ഞാനെല്ലാം കാണിക്കുന്ന എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കും പറയാനുണ്ട് സാറേ. എനിക്ക് ഒരുപാട് നല്ല ആലോചനകൾ വന്നതാ. കാരണം ഞാൻ പോയി വന്ന് ചാടിയതാണ് ഈ ബന്ധത്തിന്. അന്ന് തുടങ്ങിയതായ വിഷയം. കാരണം കല്യാണത്തിന് നല്ലൊരു ഊണ് പോലും കിട്ടിയില്ല. ഊണ് സാമ്പാറെല്ലാം എന്റെ ദേഹത്ത് വാരി ഒഴിച്ച് നല്ലൊരു പപ്പടം പോലും കിട്ടില്ല. 10 കൊട്ടിയൊരു പപ്പടം എനിക്ക് തന്നത്. എന്നിട്ടാ അവള് വന്ന് പറയുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല.
പപ്പുപൊട്ടി പപ്പട സാറേ എന്നെ നോക്കി എന്നെ കാണാൻ കൊള്ളല്ലേ സുന്ദരിയല്ലേ ഞാൻ എന്നെ നോക്കി ഞാൻ സുന്ദരിയല്ലേ സുന്ദരിയല്ലേ നിങ്ങളെ കല്യാണത്തിന് എന്തോ ശ്രീധരം കൊടുത്ത കാര്യം എന്ന് പറയുന്നു, എന്തുവായിരുന്നു? ഞാന് ഇനി ഞാന് വെക്കോ അതൊക്കെ പിന്നെ തേക്കാം. എന്നല്ല ഞാന് പൈസ മുഴുവൻ കൂട്ടിപ്പാറില്ല സാറേ പോന്നെ കാണാൻ ഉന്തപോലിരിക്കുന്നു. അല്ല ചത്ത് കിടന്നാൽ ചമങ്ങി അടക്കണമെന്ന ഞങ്ങളുടെ ചർച്ചിലെ ബിജി ബേബി ബോസ് പുള്ളി അതല്ല, അതിനപ്പുറം പറയും. നിങ്ങളുടെ കാര്യം പറയും. ഞാൻ 10 ലക്ഷം രൂപയും 5 ഏക്കർ സ്ഥലം ഒരു മാരുതി കാറും അത് ജേഴ്സി പശുവിനൊക്കെ എടുത്തിട്ട് എനിക്കിതോട് കുറങ്ങനെ എനിക്ക് കിട്ടിയത്. ദേശീയ പശു, എനിക്കിതൊരു കുറങ്ങനെ എനിക്ക് പറ്റത്തില്ല പറയുന്നോന്നേ സാറേ എന്റെ കാര്യോടെ കേൾക്കണം. 10 ലക്ഷം രൂപ തന്ന് അതായിക്കോട്ടെ. ഇക്കാലത്ത് 10 ലക്ഷം രൂപ എന്തോത്തിനുണ്ട്. പിന്നെ ഒരു കാറിന്റെ കാര്യം പറഞ്ഞു. റോഡിൽ ഇറങ്ങിയ വണ്ടി നിൽക്കും. പിന്നെ ഞാൻ വല്ല റെക്കോർഡിങ്ങോ വിളിച്ചോണ്ട് വേണം പോവാൻ. അത് വിളിച്ച് എന്റെ പൈസ മുഴുവനും പോയി. എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്ക് ഡിവോഴ്സ് തന്നേ പറ്റത്തുള്ളൂ. ഇല്ലല്ല ഞാൻ പറഞ്ഞു തരുന്നില്ല. 5 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം അവൾ പറഞ്ഞു. 3 ഏക്കർ ഒരു കുന്നിന്റെ മണ്ടയ്ക്ക് ഒരു റബ്ബർ തോട്ടം തന്നു. അത് വെട്ടി എന്റെ പൈസ തീരല്ലാതെ എനിക്ക് അതിനകത്ത് ഒരു ലാഭം പോലും കിട്ടുന്നില്ല. എനിക്ക് ഡിവോഴ്സ് തന്നേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ട ജീവിക്കേ പറ്റുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷം കഴിഞ്ഞു. എത്ര പിള്ളേരുണ്ട്? 4 പിള്ളേര്. അതിന് മാത്രം കുറവൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ജയിച്ചു പശുവിന് ഒരു കൊച്ചു പോലും ഇല്ല. ഞാൻ അതിന് പിണ്ണാക്ക് കൊടുത്തു. അവൻ എവിടെ സമയം വേണ്ടത്. ആട്ടെ, നിങ്ങളിപ്പം എന്തോ കല്യാണം, നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചായിരുന്നു? ആരാ നടത്തിയത്? എത്ര വർഷമായിരുന്നു പറഞ്ഞേ? 8 വർഷം മുമ്പ് ബിജി ബേബി ബോസ് നടത്തിയത്. പുള്ളിയാണ് കല്യാണം നടത്തിയത്. പുള്ളിയെ നടത്തിയത്. പിന്നെ എനിക്ക് നടുവിന് ഭയങ്കര വേദനയുണ്ട്. ഇയാൾക്കറിയാം എനിക്ക് വല്ലപ്പോഴൊക്കെ തിരുമ്പി തരാറുണ്ട്. എന്നാൽ എനിക്ക് ഭയങ്കര നടുവേദന. കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നപ്പോൾ വാടി മോളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ തന്നെ വിളിച്ച് ബൈക്കിന് പുറത്ത് കയറ്റി. അതിൽ ബൈക്കെടുത്തിട്ട് ഒറ്റപ്പോൾ കാണുന്ന കുഴിക്കകത്തെല്ലാം ചാടിപ്പോകും. ഒരു ദിവസം പോയപ്പോൾ ഒരു കുഴിക്കകത്ത് ചാടി ഞാൻ പുറത്തോന്ന് താഴോട്ട് പോകുന്നു. ഇയാൾ വണ്ടി എടുത്തിട്ട് പോയി. പിന്നെ നാട്ടുകാരെ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഇയാൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. എനിക്ക് റിവേഴ്സ് ബിജു ബേബി പാസ ഞങ്ങളുടെ കല്യാണം നടത്തി 2005 മംഗളം ഓഡിറ്റോറിയം കൊട്ടാരക്കര വെച്ചാണ് കല്യാണം നടന്നത്. അന്ന് പാസ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, മരണം നമ്മളെ വേർപിരിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരിക്കണോ. നിങ്ങൾ ബൈക്കിൽ കയറി കഴിഞ്ഞ് ഈ ഗ്യാപ്പില്ല നീളം ഗ്യാപ്പുള്ളത് എന്നെ പിടിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ കുഴി കിട ഞാൻ അറിഞ്ഞോ അവള് കുഴി കിടന്നു. ഞാൻ അതാ ഞാൻ പറഞ്ഞു ഒരു പറ്റിച്ചേർന്നിരിക്കണോന്നാ പാസ് പറഞ്ഞേ. പക്ഷെ അവൾ പറ്റിച്ചേർന്നിരിക്കുന്നില്ല. ഒരാളെ സ്കൂട്ടറിന്റെ പുറത്തുനിന്ന് വീണിട്ട് നിങ്ങൾ അറിഞ്ഞില്ലയോ? എല്ലാം അറിഞ്ഞില്ല. ആംബുലൻസ് പറയുമ്പോൾ ഞാൻ കണ്ടേ എടുത്തോണ്ട് പോകുന്നുണ്ട്. നിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ നിന്ന് ആള് പറഞ്ഞിട്ട് നീ അറിഞ്ഞില്ല? ഇല്ല. അതെന്താ? അത് എന്റെ പുറകെ എനിക്ക് തോന്നണ്ടായോ? നിങ്ങളെന്താ പുള്ളിക്കാരനെ പിടിച്ചിരിക്കാത്തത്? പറയുന്നില്ല. മറുപടി പറ. കോടതി പോയാൽ ബോധിപ്പിക്കണമെന്ന്. ഞാൻ പിടിച്ചിരുന്നതാണ്. ഈ പുള്ളിക്കാരൻ നിങ്ങളെ സ്നേഹിക്കാറൊക്കെ ഉണ്ടോ? സ്നേഹത്തോടെ നല്ല വാക്കുകളൊക്കെ പറയാറുണ്ടോ? സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ പൊന്ന് സാറേ. എനിക്ക് ഉണ്ടല്ലോ വികാരങ്ങളും വിചാരങ്ങളും. രാവിലെ എഴുന്നേറ്റ ഒരു ഗുഡ് മോർണിംഗ് ഇല്ല, ഒരു ഗുഡ് നൈറ്റ് ഇല്ല, കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ പോലും തരുന്നില്ല. വരുവാ, കയറി കിടന്നുറങ്ങുക, ഡ്യൂട്ടി കഴിഞ്ഞ് വരും, ഇതാ പരിപാടി. എനിക്ക് എന്റെ അടുക്കളയിൽ കയറി പാത്രം കഴുകി തുണി കൊടുത്ത് എന്ന് ഞാൻ പറയണം. ആണുങ്ങൾക്ക് ഇവിടെ വേണം, ന്യായം വേണം. ഇവിടെ പിള്ളേരെ നോക്കി പിള്ളേരെ അപ്പി കഴുകി എല്ലാം എനിക്ക് എന്റെ ഡിവോഴ്സ് തന്നേ പറ്റത്തുള്ളൂ. ഇവിടെ വന്നില്ലേ? നിങ്ങളെ കൊണ്ടുവന്നില്ലേ? പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നില്ലേ? എനിക്കൊരു സ്നേഹം തരുന്നില്ലെന്ന്. രാവിലെ നിങ്ങൾക്ക് എഴുതിയപ്പോ പാസ്സായി എനിക്ക് കഴിയുന്നു. മോളേന്ന് വിളിക്കുന്നു, ചോറ് വിളമ്പി തരുന്നു, എന്നെ അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു, എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ജോലി പറയാനൊക്കെ ഉള്ളതാണ്. അന്നേരം മാത്രം സ്നേഹം ഉണ്ടായിരുന്നു. എന്റെ ചേട്ടാ ഞാൻ പറയട്ടെ, ജോലിക്ക് പോകുമ്പോ ഞാൻ ജോലിക്ക് പോകുമ്പോ വീട്ടിലെ പണിയൊക്കെ ഇടയ്ക്ക് ചിലപ്പോ പാത്രം കഴുകേണ്ടി വരും, ചിലപ്പോ കൊച്ചിനെ നോക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഡ്യൂട്ടി തിരക്കേണ്ടി വരും. അപ്പൊ ഇയാളതൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്റെ അമ്മയെ വന്നിട്ടുണ്ട്. പറ്റത്തില്ല സാർ. ഞാൻ നേരത്തെ പറഞ്ഞു എന്നോട് സ്നേഹമില്ല. എന്നോട് സ്നേഹമില്ല. എന്നോട് സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഗുഡ് നൈറ്റ് ഇല്ല, ഒരു ഗുഡ് മോർണിംഗ് ഇല്ല, ഒരു കെട്ടിപ്പിടിച്ച ഒരു ചുംബനം പോലും തരത്തില്ല. പറ, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ? അതെങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. എന്റെ സാറ്
എൻ്റെ അങ്കിളെ ഞാൻ രാവിലെ എഴുന്നേറ്റ് റൂം കൊടുക്കുന്ന ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഇയാളുടെ റൂമിൽ ചെല്ലും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ പില്ലോടെ ഒരു സൈഡില്, ബെഡ്ഷീറ്റ് ഒരു സൈഡില്, അയാൾ ഒരു സൈഡില്, അയാളൊരു തുണി ഒരു സൈഡില്, ഈത്ത് വലിപ്പിച്ച് കിടക്കുന്ന ഈ മനുഷ്യരെ എങ്ങനെ റൂം കൊടുക്കുന്നു? രാവിലെ ജോലിക്ക് പോകുമ്പോൾ നേരത്തെ എഴുന്നേറ്റൂടെ? രാത്രി ഉറങ്ങാത്ത ഈത്തോ വരും. അത് മനുഷ്യ സ്വഭാവമാണ്. ഈ എന്തോ ചെയ്യാൻ ഈത്ത കൊണ്ട് മുമ്പ് തരണ്ടായോ? സാറേ എന്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്ന് പിന്നെ എനിക്ക് വയ്യ. ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് നാട്ടില്. അവിടെ നിന്നാ എന്നെ ആണ്ട് ഇവിടെ എന്തോ കൈയും കാണിച്ച് ഇവിടെ നല്ല തണുപ്പുള്ള രാജ്യമാണ്. അതിപ്പോ എന്റെ വിധി. ഞാൻ എന്നോട് പറഞ്ഞു ഇവിടെ ആരൊക്കെ സംഖ്യ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്നതാ. ഇവിടെ വന്ന് തണുപ്പടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. രാവിലെ എഴുന്നേൽക്കണം. കൊച്ചിങ്ങനെ ഇവിടെ ഇവക്കുള്ള ചോറും കറിയും പോട്ടെ. ഞാൻ വന്ന് 2 മാസം കഴിഞ്ഞ് ഇവിടെ അമ്മയെ വിളിച്ചോണ്ട് വന്ന് ഇവൾക്ക് ഇപ്പം ഇവള് വെക്കുന്ന ചോറ് ഇവളുടെ അമ്മ കഴിക്കത്തില്ല. ഇവളുടെ അമ്മ വെക്കുന്ന ചോറ് ഇവള് കഴിക്കത്തില്ല. ഞാൻ ഉണ്ടാക്കുന്ന ചോറ് ഇവർ രണ്ടും വെട്ടി കഴിക്കുവാ. എനിക്ക് ഡിവോഴ്സ് വേണ്ട. പറ്റിയത് വരത്തുള്ളൂ. കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, എനിക്ക് ഡിവോഴ്സ് തന്നെ പറ്റുള്ളൂ. എനിക്കെന്ത് മാറ്റമൊന്നുമില്ല. സാർ ഇതിനകത്ത് തീരുമാനമെടുത്ത് എനിക്ക് ഫസ്റ്റ് എന്നെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുക, എന്നെ കൊണ്ട് പറഞ്ഞു വിടുക. എനിക്ക് ബി പി ഉള്ള മനുഷ്യനാണ് സാർ. കോടതി പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കൂ. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിലരെയൊക്കെ വിസ്തരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല ഞങ്ങളുടെ പിന്നെ ഇതുണ്ട്. പിന്നെ ഇവിടെ പള്ളിയിൽ പോകുന്നുണ്ട്. രാവിലെ എണ്ണിക്കാൻ പറഞ്ഞാൽ എണ്ണിക്കത്തില്ല. 9:00 പറഞ്ഞാൽ എണ്ണിക്കത്തില്ല. കിടന്നുറങ്ങുക. ഇവിടെ വന്ന് കയറുന്ന 10:00. അതിനിവിടെ ആചരണം തുടങ്ങി. ഇവിടെ അതെനിക്ക് പറയാനുണ്ട്. രാവിലെ 9:00 സൺഡേ സ്കൂൾ തുടങ്ങും. 10:00 സഭയൊക്കെ ആരംഭിക്കുന്നത്. ഇയാൾ 9:20 ആകുമ്പോൾ എഴുന്നേറ്റ് വല്ലം തേക്കത്തില്ല, കുളിക്കത്തില്ല, ഷർട്ട് ഇട്ടോണ്ട് ഇങ്ങനെ വരും. ഞങ്ങളുടെ സഭയുടെ പ്രാർത്ഥന ആരംഭിക്കും. പാട്ട് പാടുമ്പോൾ അയാൾ ഇങ്ങനെ കഴിയടിച്ച് ഞങ്ങള് ഇപ്പോഴത്തെ ജോബി മോന്റെ 2 പല്ല ധരിച്ചു പോയ എന്തെല്ലാം പറയുന്നറിയോ? എനിക്ക് ഞങ്ങളുടെ സഭയിൽ പോയി മടിയാ. ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇയാളെ സ്വഭാവം കൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പള്ളിയിൽ പോകുന്നു, കല്യാണം നടത്തിയാകാൻ കുമ്പം പിടിച്ച് മോനെ ഓടി വാളാനൊക്കെ എന്റെ അങ്ങനെ എനിക്ക് ആരുമില്ല. ആരുമില്ല. ഇതാ പ്രശ്നം. സ്നേഹത്തോടെ പറഞ്ഞിട്ട് ഞാൻ തല്ലിക്കില്ല. മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കും. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അത് ശരിയായ രീതിയിലല്ല നിങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രയാസമാണ്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഏതോ ഒരു കല്യാണം നടത്തിയ ആരായിരുന്നു? ബിജു ബേബി കൊട്ടാരക്കര. പുള്ളിയെ വിളിക്കാൻ അത്യാവശ്യമായിട്ട് പുള്ളിയെ വിളിക്കാൻ. പുള്ളിയുടെ ഭാര്യയെ എത്രയും പെട്ടെന്ന് കോടതി മുമ്പാകെ ഹാജരാകണം. നമ്പറുണ്ട് പാസ്. ഇവിടെ വിളിക്കുന്നുണ്ട്. കോടതി മുമ്പാകെ എത്രയും പെട്ടെന്ന് ബിജു ബേബി ഇവിടെ ഹാജരാകണം. കോടതി മുമ്പാകെ ഓർഡർ കോടതി മുമ്പാകെ ഹാജരാകണം. ഇവിടെ വാ. പാസ്റ്റർ ബിജു ബേബി അല്ലേ? ഇവരെ അറിയാമോ? ബൈക്ക് ഉപയോഗിക്കും. ഓ, ആക്റ്റീവ് മെമ്പേഴ്സാണ്. ചർച്ചിൽ ആക്റ്റീവാണ് ഇവര്. വളരെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. എന്ത് പറ്റിയത്? ഇവരിപ്പോ കോടതി മുമ്പാകെ ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞു വരികയാണ്. എന്തെങ്കിലും വിഷയങ്ങൾ അറിയാമോ ഇവരെ കുറിച്ചിട്ട്? ഇവരൊക്കെ അങ്ങനെ വലിയ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാ. സഭ വരുമ്പോൾ വളരെ ആക്റ്റീവാണ്. തെറ്റ് ശരിയല്ല. തെറ്റ് ശരി. കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഇമ്പമുള്ളതായിരിക്കണം. കുടുംബജീവിതം എന്ന് പറയുന്നത് പവിത്രമായിരിക്കണം. പക്ഷെ നിനക്ക് എന്താണ് ഇപ്പൊ സംഭവിച്ചത്? തെറ്റിദ്ധാരണകളാണെന്നാണ് കോടതിക്ക് മനസ്സിലായത്. പക്ഷെ പാസ്റ്റർ ഭാഗത്തുനിന്ന് ഇവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അവരുടെ കുടുംബജീവിതം നല്ലതുപോലെയാണ് പോകുന്നത്. സഭയിൽ വരുമ്പോ ഭയങ്കര അത് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കയ്യടിയൊക്കെ കുറിച്ചിട്ട് ഇപ്പൊ കോടതിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പല കുടുംബങ്ങളിലും പറയപ്പെട്ട വിഷയങ്ങളൊന്നുമില്ല.
പല കാര്യങ്ങളിലുമുള്ള തെറ്റിദ്ധാരണകളാണ് പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, കുടുംബജീവിതം ദൈവത്താൽ സ്ഥിരപ്പെടുത്തിയതാണ്. പരസ്പരം മനസ്സിലാക്കുക, ശരിയായ രീതിയിലുള്ള സംഭാഷണങ്ങളിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും വേണം കുടുംബജീവിതം മുൻപോട്ട് പോകുവാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഉടനെ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ ദൈവദാസന്റെ അടുക്കിലേക്ക് പോകുക. അദ്ദേഹം വേണം നിങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ, ഒരു ദൈവവചനം നിന്നേ. മനസ്സിലായില്ലേ? കോടതി വിഭാഗം മേലാനുള്ള കയറുമെന്ന് പറയുന്നത്. ഈ കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുടുംബജീവിതം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന്റെ വിശുദ്ധി എന്നും കാത്തുസൂക്ഷിക്കുക. ബഹുമാനപ്പെട്ട കോടതി സമക്ഷം ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്. പറഞ്ഞോളൂ. അത് എഫേസ്യർ ലേഖനത്തില് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അല്ല, ഭർത്താക്കന്മാരോടും വചനം പറയുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ പരസ്പരം ഒന്ന് കൈ കൊടുത്ത് ചുംബിച്ചാട്ടെ. വന്നാട്ടെ, എന്നാ ഒരു പണി വരൂ, വന്നാട്ടെ.